जो देख कर भी नहीं देखते, written by Helen Keller, lesson 11. So all of you know that Helen Keller, she was deaf, dumb and blind. That means she cannot speak, hear or see. हाल ही में मेरी एक प्रिय मित्र जंगल की सैर करने के बाद वापस लौटी. So one of my dear friend, best friend, she had just returned from the tour of a forest. जंगल की सैर करने के बाद वापस लौटी. She had just come back from a tour from the forest. मैंने उनसे पूछा, आपने क्या क्या देखा? So she is asking, what all did you see? कुछ खास तो नहीं, उनका जवाब था. मुझे बहुत अचरज नहीं हुआ क्योंकि मैं अब इस तरह के उत्तरों की आदी हो चुकी हूँ. मेरा विश्वास है कि जिन लोगों की आंखें होती है वे बहुत कम देखते हैं. So when she asked them, what did you see? So the answer was not much. So she is saying that मुझे बहुत अचरज नहीं हुआ. I was not at all surprised क्योंकि मैं अब इस तरह के उत्तरों की आदी हो चुकी. I have just made the habit of listening to such answer. मेरा विश्वास है कि जिन लोगों की आंखें होती हैं वे बहुत कम देखते हैं. So Helen Keller says that it is my confidence, trust that all the people, those who have eyes, they see very less. क्या यह संभव है कि भला कोई जंगल में घंटा भर घूमे और फिर भी कोई विशेष चीज न देखे? So she is saying that is it possible that a person is traveling the forest, just going through the forest for almost 1 hour and they are not able to see anything? Is it possible? मुझे जिसे कुछ भी दिखाई नहीं देता सैकड़ों रोचक चीजें मिल जाती है जिन्हें मैं छूकर पहचान लेती है. So she is saying that I, as far as I am concerned, जिसे कुछ भी दिखाई नहीं देता, who is not able to see anything, सैकड़ों रोचक चीजें मिल जाती है. I get almost more than 100 things जिन्हें मैं छूकर पहचान लेती हूँ. By touching, I am able to understand all the things that I see, that I get, even though I am not having eyes to see. ഹെലൻ കെല്ലർ പറയുന്നത് എന്താണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചില സമയത്ത് ടെസ്റ്റ് എടുക്കാറുണ്ട്. എന്ത് നോക്കാനാണ്? കിവയെ ക്യാ ദേഖ്തേ ഹെ, അവർ എന്തൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് കാട്ടിൽ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ഹെലൻ കെല്ലർ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? അപ്പോൾ ആ ഹെലൻ കെല്ലറിന് ആ ഫ്രണ്ട് ഉത്തരം കൊടുത്തിരിക്കുന്നത്, ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഹെലൻ കെല്ലർ പറയുന്നത്, എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും ഞാൻ ആയിരുന്നില്ല. കാരണം എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഇങ്ങനത്തെ ആൻസറാണ് തന്നിരുന്നത്. അപ്പം അതിൻ്റെ പല കാരണങ്ങളും ആയിരിക്കാം. ഇപ്പോൾ ഹെലൻ കെല്ലറിന് കേൾക്കില്ല, സംസാരിക്കാൻ പറ്റില്ല, പിന്നെ കാണില്ല. അപ്പോൾ ഇവരിപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഹെലൻ കെല്ലർ എന്താ പറയുന്നത്, അവർക്ക് വിശ്വാസമുണ്ട്. എന്താണ്, ഇപ്പോൾ ആർക്ക് കണ്ണുള്ളവർ ഇപ്പോൾ ചുറ്റുഭാഗത്തുള്ളത് ഭയങ്കര കുറച്ചേ കാണാറുള്ളൂ. അപ്പോൾ അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സംഭവിക്കുമോ? ഇപ്പോൾ ഈ 1 മണിക്കൂർ കാട്ടിൽ നടന്നിട്ട് കാട് കാണാൻ പോയിട്ടും അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ കിട്ടിയില്ല എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് കണ്ണില്ലാതെയും കൂടി എനിക്ക് ഈ ഇപ്പോൾ സറൗണ്ടിങ്സ്, പ്രകൃതിയിൽ, ഇപ്പോൾ നേച്ചറിൽ പലതും ഇങ്ങനെ ഞാൻ ടച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് പലതും കാണാൻ സാധിക്കുന്നുണ്ട്. मैं भोजपत्र के पेड़ की चिकनी चाल और चीड़ की खुरदरी चाल को स्पर्श से पहचान लेती हूँ. So Helen Keller is saying that Bhojpatra means the birch tree. This tree grows in Himalaya, mostly in Himalaya, and the bark of the tree. ഇപ്പോൾ ഈ ട്രീയുടെ തോല് അത് പണ്ട് കാലത്ത് എഴുതാൻ എടുത്തിരുന്നു. ഇപ്പം നമ്മുടെ പാം ട്രീ ഒക്കെ എഴുതാൻ ഉപയോഗിച്ചിരുന്നല്ലോ, അങ്ങനെ ഇതും എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അതാണ് ഈ ഭോജ്പത്ര എന്ന് പറയുന്നത്. ബീർച്ച് ട്രീ ആണ്, അത് ഹിമാലയസിലാണ്.
അപ്പോൾ അതിൻ്റെ ആ ട്രങ്ക് അത് ഭയങ്കര സോഫ്റ്റ് സ്മൂത്ത് ആയിരിക്കും. ഇപ്പം നമ്മുടെ മാവിൻ്റെ ട്രങ്കൊക്കെ ഭയങ്കര ഹാർഡാണ്, ഭയങ്കര റഫാണ്. അപ്പോൾ അതിൻ്റെ പകരം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ചീടിക്ക് കുർദരിച്ചാർ, ചീട് എന്ന് പറയുന്നത് ദേവദാരു, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ദേവദാരുവിൻ്റെ എന്താ പറയുക ട്രങ്ക് അത് ഭയങ്കര റഫായിരിക്കും. ഇപ്പോൾ കുറേയൊക്കെ മാവിൻ്റെ ട്രങ്ക് പോലെയായിരിക്കും. ഈ ട്രങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ റൂട്ടിൽ നിന്ന് ആ മുകളിലത്തെ ആ ഭാഗമാണ് ട്രങ്ക് എന്നുള്ളത്. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ അതിന് എന്താ പറയാൻ ടീച്ചർക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ട്രങ്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കണം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര റഫായിരിക്കും. അപ്പോൾ അത് ഹെലൻ കെല്ലർ തൊട്ടിട്ട് ഇപ്പോൾ ടച്ച് ചെയ്ത് സ്പർശിച്ചിട്ട് അറിഞ്ഞിരുന്നു ഇത് ഏത് മരമാണ് എന്നുള്ളത്. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും കൂടി കണ്ണുള്ളവർക്ക് അവർക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നാറില്ല. വസന്ത് കെ ദൗറാൻ മേ ടഹനിയോ മേ നെയ് കലിയാ ഖോജ്തി ഹൂം. പിന്നെ സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ഓരോ ചെടിയിൽ കൈ കൊണ്ട് തൊട്ടിട്ട് അവർ മുട്ട് വന്നിട്ടുണ്ടോ ബഡ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അവർ കൈ തൊട്ടിട്ട് മനസ്സിലാക്കി. മുझे फूलों की पंखुड़ियों की मखमली सतह छूने और उनकी घुमावदार बनावट महसूस करने में अपार आनंद मिलता था. അപ്പോൾ അവരിപ്പോൾ ഈ സ്പ്രിംഗ് സീസണിൽ ഓരോ ചെടിയിൽ മുട്ട് വന്നിട്ടുണ്ടോ എന്ന് കൈ തൊട്ടിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ മുझे फूलों की पंखुड़ियों की मखमली सतह, അപ്പോൾ പൂവിൻ്റെ പങ്കുടി എന്ന് പറയുന്നത് പെറ്റൽസ് ആണ്. പങ്കുടിയോക്ക് മഖ്മലി സതഹ, അപ്പോൾ ഈ പൂവിൻ്റെ പെറ്റൽസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ മഖ്മലി എന്ന് പറയുന്നത് വെൽവെറ്റ് ആണ്. അപ്പോൾ ആ പൂവിൻ്റെ വെൽവെറ്റി സ്ട്രക്ചർ, ആ സതഹ സർഫേസ്, അപ്പോൾ ആ സർഫേസ് ആ കൈ കൊണ്ട് തൊട്ടിട്ട് അവർക്ക് छूने और उनकी घुमावदार बनावट महसूस करने में. പിന്നെ ആ ഓരോ ഫ്ലവേഴ്സിന് ഓരോ ഷേപ്പായിരിക്കും, ഓരോ ടേണും ഉണ്ടാവും, കർവ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ കൈകൊണ്ട് തൊട്ടിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ കർവ് എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ കൈകൊണ്ട് തൊട്ട് മനസ്സിലാക്കിയിരുന്നു. കർണേമേ ആപാർ ആനന്ദ് മിൽത്തത്, അവർക്ക് അത് അങ്ങനെ തൊട്ട് അറിഞ്ഞതിന് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കണ്ണില്ലെങ്കിൽ എനിക്ക് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര സന്തോഷം തോന്നിപ്പിച്ചിരുന്ന ഒരു കാര്യങ്ങളാണ്. ഇസ് ദൗറാൻ മുझे പ്രകൃതി के जादू का कुछ एहसास होता है. അപ്പോൾ ഇവരിപ്പോൾ ഈ ചിബോജ് പത്ര ചീട് ഇതിൻ്റെ സർഫേസ് അവർ തൊട്ടറിയുമ്പോൾ, പിന്നെ ഓരോ സ്പ്രിംഗ് സീസണിൽ ഓരോ ചെടിയിൽ വരുന്ന മുട്ട് ബഡ്സ്, പിന്നെ ഫ്ലവേഴ്സിൻ്റെ വെൽവെറ്റി സ്ട്രക്ചർ, സോഫ്റ്റായ ടെക്സ്ചർ, അതിൻ്റെ കർവ്, അതിൻ്റെ എന്താ പറയുക റൗണ്ട്നെസ്, അതൊക്കെ അവർക്ക് ഒരു പ്രകൃതിക്ക് ജാദുക്ക എഹ്സാസ് ഹോത്താ. അപ്പോൾ ഇതൊക്കെ അവർക്ക് നേച്ചേഴ്സ് മാജിക് ആണെന്നുള്ളതാണ് അവർക്ക് കബി ജബ് മേ ഖുഷ് നസീബ് ഹോത്തി ഹോ. അപ്പോൾ ചില സമയത്ത് അവർ ചില സമയത്ത് അവർ ഭയങ്കര ലക്കി ആണെങ്കിൽ तो टहनी पर हाथ रखते हैं. അപ്പോൾ ഒരു കൊമ്പിൽ ഒരു ബ്രാഞ്ചിൽ കൈ വെക്കുമ്പോഴേക്കും കിസി ചിടിയ കെ മധുസ്വർ, അപ്പോൾ ഏതെങ്കിലും ഒരു ബേർഡിൻ്റെ മധുരമായ സ്വരം ശബ്ദം കാനോമേ ഗൂഞ്ചനെ ലഗ്തേ ഹെ, ചെവിയിൽ ഇങ്ങനെ കേൾക്കാം. अपनी अंगुलियों के बीच झरने के पानी को बहते हुए महसूस कर मैं आनंदित हो उठती हूँ. പിന്നെ झरना मीन्स द वाटरफॉल, स्ट्रीम्स दैट वी कैन से. അപ്പോൾ अपनी अंगुलियों के बीच झरने के पानी को बहते हुए, അപ്പം ഈ വെള്ളത്തിൽ ഇങ്ങനെ കൈവിരൽ വെച്ചിട്ട് ആ കൈയിൻ്റെ വിരലിൻ്റെ നടു കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നത് മഹസൂസ് കർ മേ ആനന്ദിത് ഹോട്ടി. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം തന്നിരുന്ന ഒരു സംഭവങ്ങളായിരുന്നു. അപ്പോൾ ആ വെള്ളം ഫ്ലോ ചെയ്ത് വരുന്ന വെള്ളത്തിൽ അവർ കൈ വെച്ച് ആ കൈയിൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളം പോകുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. मुझे चीड़ की फैली पत्तियाँ या घास का मैदान किसी भी महंगे कालीन से अधिक प्रिय है. അപ്പോൾ അവർ പറയുന്നത് എന്താ, എത്ര വലിയ കാർപ്പറ്റ്, ഇപ്പോൾ എത്ര എക്സ്പെൻസീവ് കാർപ്പറ്റ് ആണെങ്കിലും അവർക്ക് ഈ ചീടിക്ക് ഫൈലി പത്തി, ചീടിൻ്റെ ട്രീ, ദേവദാരുവിൻ്റെ ട്രീ ലീവ്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും, കുറച്ച് വലുപ്പത്തിലായിരിക്കും. घास के मैदान और या घास का मैदान എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫുൾ ഓഫ് ഗ്രാസ്, ഫിൽഡ് വിത്ത് ഗ്രാസ്. അപ്പോൾ ഗ്രാസ് പച്ചപ്പ്,
സോ ദാറ്റ് ഗ്രാസ് ഷീ ഫീൽസ് ദാറ്റ് ഇറ്റ് അവർക്കത് എത്ര എക്സ്പെൻസീവ് കാർപ്പറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടം അതൊക്കെയായിരുന്നു. बदलते हुए मौसम का समा मेरे जीवन में एक नया रंग और खुशियाँ भर जाता था. അപ്പോൾ അത് ചേഞ്ചിങ് എൻവയറമെൻറ്റ്. ഇപ്പോൾ ഇവർ സ്പ്രിങ് സീസണിൽ മുട്ട് വന്നിട്ടുണ്ടോ, എന്താണ് ഫ്ലവർ വന്നിട്ട് പൂവ് വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ അവർ ഓരോ സീസണിൽ തൊട്ടറിഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ സ്പ്രിങ് സീസൺ, പിന്നെ ചിടിയ ബേർഡ്സിൻ്റെ സൗണ്ട്, ഇതൊക്കെ അവരുടെ ലൈഫിൽ. അപ്പോൾ बदलते हुए मौसम का समा, द चेंजिंग एनवायरनमेंट, द चेंजिंग क्लाइमेट उनके जीवन मेरे जीवन में एक नया रंग और खुशियाँ भर जाता. और പുതിയ ഉണർവ്. कभी जब मैं खुश नसीब होती हूँ, അപ്പം ചില സമയത്ത് അവർ ലക്കി ആണ്, ചില സമയത്ത് അവർ ഭയങ്കര ലക്കി ആണെങ്കിൽ तो टहनी पर हाथ रखते हैं. അപ്പോൾ ഒരു കൊമ്പിൽ ഒരു ബ്രാഞ്ചിൽ കൈ വെക്കുമ്പോഴേക്കും किसी चिड़िया के मधुर स्वर, അപ്പോൾ ഏതെങ്കിലും ഒരു ബേർഡിന്റെ മധുരമായ സ്വരം ശബ്ദം कानों में गूंजने लगते हैं, ചെവിയിൽ ഇങ്ങനെ കേൾക്കാം. मुझे चीड़ की फैली पत्तियां या घास का मैदान किसी भी महंगे कालीन से अधिक प्रिय है. അപ്പോൾ അവർ പറയുന്നത് എന്താ, എത്ര വലിയ കാർപ്പറ്റ്, ഇപ്പോൾ എത്ര എക്സ്പെൻസീവ് കാർപ്പറ്റ് ആണെങ്കിലും അവർക്ക് ഈ ചീടിക്ക് ഫൈലി പത്തി, ചീടിൻ്റെ ട്രീ, ദേവദാരുവിൻ്റെ ട്രീ ലീവ്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും, കുറച്ച് വലുപ്പത്തിലായിരിക്കും. घास के मैदान और या घास का मैदान എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫുൾ ഓഫ് ഗ്രാസ്, ഫിൽഡ് വിത്ത് ഗ്രാസ്. അപ്പോൾ ഗ്രാസ് പച്ചപ്പ്. സോ ദാറ്റ് ഗ്രാസ് ഷീ ഫീൽസ് ദാറ്റ് ഇറ്റ് അവർക്കത് എത്ര എക്സ്പെൻസീവ് കാർപ്പറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടം അതൊക്കെയായിരുന്നു. बदलते हुए मौसम का समा मेरे जीवन में एक नया रंग और खुशियाँ भर जाता था. അപ്പോൾ അത് ചേഞ്ചിങ് എൻവയറമെൻറ്റ്. ഇപ്പോൾ ഇവർ സ്പ്രിങ് സീസണിൽ മുട്ട് വന്നിട്ടുണ്ടോ, എന്താണ് ഫ്ലവർ വന്നിട്ട് പൂവ് വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ അവർ ഓരോ സീസണിൽ തൊട്ടറിഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ സ്പ്രിങ് സീസൺ, പിന്നെ ചിടിയ ബേർഡ്സിൻ്റെ സൗണ്ട്, ഇതൊക്കെ അവരുടെ ലൈഫിൽ. അപ്പോൾ बदलते हुए मौसम का समा, द चेंजिंग एनवायरनमेंट, द चेंजिंग क्लाइमेट उनके जीवन मेरे जीवन में एक नया रंग और खुशियाँ भर जाता. और പുതിയ ഉണർവ്. कभी कभी मेरा दिल इन सब चीज़ों को देखने के लिए मचल उठता है. अगर मुझे इन चीज़ों को सिर्फ छूने भर से इतनी खुशी मिलती है तो उनकी सुंदरता देखकर तो मेरा मन मुग्ध ही हो जाएगा. അപ്പോൾ ഹെലൻ കെല്ലർ പറയുന്നത് എന്താ, ചിലപ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ മനസ്സ് ഈ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ പുതിയ പുതിയ സംഭവങ്ങൾ, ഈ പ്രകൃതിയിലെ പുതിയ പുതിയ കാര്യങ്ങൾ കാണണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എക്സൈറ്റഡ് ആവാറുണ്ട്. अगर मुझे इन चीज़ों को सिर्फ छूने भर से इतनी खुशी मिलती है, അപ്പോൾ എനിക്ക് ഇതൊക്കെ തൊട്ട്, ഇപ്പോൾ പ്രകൃതിയിലെ ഈ പുതിയ കാര്യങ്ങളൊക്കെ തൊട്ട് അറിയുമ്പോൾ ഇത്ര അധികം സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിൽ, तो उनकी सुंदरता देखकर तो मेरा मन मुग्ध ही हो जाएगा. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൗന്ദര്യം എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതിൽ ഞാൻ മുഴുകി പോവുമായിരുന്നു, ഞാൻ അതിൽ ലയിച്ചു പോവുമായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ കണ്ണ് കാണാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രകൃതിയിൽ ഇതൊക്കെ അവർ വൈബ്രേഷൻ, ഇപ്പോൾ ഈ ബേർഡിൻ്റെ സൗണ്ടൊക്കെ പറയുന്നുണ്ട് അവർ. ഇപ്പോൾ അതൊക്കെ വൈബ്രേഷൻ കാരണം അവർ തൊട്ട് അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഈ തൊട്ട് അറിഞ്ഞിട്ട് ഇത്രയൊക്കെ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ണുണ്ടെങ്കിൽ അവർ അതിൽ തന്നെ ഇപ്പോൾ പ്രകൃതിയിൽ തന്നെ ലയിച്ച് ഇപ്പോൾ മുഴുകി പോവുമായിരുന്നു എന്ന് പറയുന്നു. परंतु जिन लोगों की आँखें हैं वे सचमुच बहुत कम देखते हैं. പക്ഷേ കണ്ണുകൾ ഉള്ളവരാണെങ്കിലോ അവർ ശരിക്കും ഈ ലോകത്തെ, ഇവർ ഈ ലോകം മൊത്തം പ്രകൃതിനെ വളരെ കുറച്ചേ കാണാറുള്ളൂ. इस दुनिया के अलग अलग सुंदर रंग उनकी संवेदना को नहीं छूते. അപ്പോൾ ഈ വേൾഡിലുള്ള ഭംഗിയുള്ള കളർ, ഡിഫറെൻറ്റ് കളേഴ്സ് അവരുടെ ഭാവനകളെ, അവരുടെ ഫീലിങ്സിനെ തൊടാറേ ഇല്ല. അവർക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള, എന്താ പറയുക, ഫീൽ ചെയ്യാനുള്ള കഴിവ് തന്നെ ഇല്ല. मनुष्य अपनी क्षमताओं की कभी कदर नहीं करता. वो हमेशा उस चीज़ की आस लगाए रहता है जो उसके पास नहीं है.
മനുഷ്യരാണെങ്കിൽ സ്വന്തം കഴിവിനെ ഒരിക്കലും അംഗീകരിക്കാറില്ല. അവർ എപ്പോഴും वो हमेशा उस चीज़ की आस लगाए रहता है जो उसके पास नहीं है. അവരെ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്തുള്ള കാര്യങ്ങൾ, അവരുടെ അടുത്തുള്ളത് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാതെ അവർ അവരുടെ അടുത്തില്ലാത്ത കാര്യങ്ങളെ വിചാരിച്ചിട്ടാണ് അവരെപ്പോഴും വിഷമിക്കാറ്. അവർക്ക് എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്തില്ലാത്ത ഒരു സാധനത്തെ കുറിച്ചിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ അടുത്തുള്ളത് അവർ തീരെ വില കൊടുക്കാറില്ല. ദേ നെവർ what we say respect what they have. यह कितने दुख की बात है कि दृष्टि के आशीर्वाद को लोग एक साधारण सी चीज समझते हैं, जबकि इस नियामत से जिंदगी को खुशियों के इंद्रधनुषी रंगों से हरा भरा किया जा सकता है. അപ്പോൾ ये कितने दुख की बात है. ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. എന്താണ് സങ്കടമുള്ളത്? कि दृष्टि के आशीर्वाद को, കാഴ്ച ശക്തിയെ लोग एक साधारण सी चीज समझते हैं. और ब्लेसिंग, കാഴ്ച ശക്തി എന്നുള്ള ബ്ലെസ്സിങ് ജനങ്ങൾ മനുഷ്യർ ഭയങ്കര സാധാരണ വസ്തുവായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ജബ്കി പക്ഷേ ഇസ് നിയാമത് സെ, ഈ ഗോഡ് ഗിഫ്റ്റ് കാരണം, ഈ ഗോഡ് ബ്ലെസ്സിങ് കാരണം, ഈ അനുഗ്രഹ കാരണം जिंदगी को खुशियों के इंद्रधनुषी रंगों से हरा भरा किया जा सकता है. ഈ കാഴ്ച ശക്തി എന്നുള്ള അനുഗ്രഹം കാരണം നമുക്ക് നമ്മളുടെ ലൈഫിൽ ഇന്ദ്രധനുഷി രംഗ് എന്ന് പറഞ്ഞാൽ 7 കളേഴ്സാണ്. അപ്പോൾ ഈ കളേഴ്സ് കൊണ്ട് നമുക്ക് നമ്മളുടെ ലൈഫ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ച ശക്തി എന്നുള്ളത് വളരെ എന്താ പറയുക, ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആണെന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. കാരണം ഈ ഗോഡ് ഗിഫ്റ്റ് കാരണം നമുക്ക് നമ്മളുടെ ലൈഫ് കളർഫുൾ ആക്കാൻ സാധിക്കും. അത് പറയുന്നതും ശരിയാണ്. നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കുക, ഈ കണ്ണ് കാണാത്ത അവർക്ക് ആകെ ഒരു കളറേ ഉള്ളൂ, ബ്ലാക്ക് കളർ അല്ലേ. അവർക്ക് ബാക്കി ഒരു കളർ അവർക്ക് അറിയില്ല. അപ്പോൾ ഹെലൻ കെല്ലർ ഇതൊക്കെ ടച്ച് ചെയ്തിട്ടാണ്, ഫീലിംഗ്, വൈബ്രേഷൻ, അത് കാരണമാണ് അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്തുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും വി ഷുഡ് ഓൾവേസ് ബോദർ അബൌട്ട് വാട്ട് വി ആർ ഹാവിങ്. വി ഷുഡ് പ്രൊട്ടക്ട് ഇറ്റ്, പ്രിസർവ് ഇറ്റ്. അത് പോവാതെ നോക്കേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ബിക്കോസ് കണ്ണെന്നുള്ളൊരു ശക്തി, കാഴ്ച ശക്തി എന്നുള്ളത് വളരെ ഇറ്റ് ഈസ് എ ഗോഡ്സ് ബ്ലെസ്സിങ്. അത് നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് കറണ്ട് പോണ സമയത്താണ് ഈ കണ്ണ് കാണാത്ത എല്ലാ ഒരു അവസ്ഥ, അവരുടെ വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, ഇപ്പോൾ ഈ മൊബൈലും ടി വിയും ഭയങ്കര, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങൾ അതല്ലാത്ത സമയത്തും മൊബൈൽ കയ്യിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ പ്രൊട്ടക്റ്റ് ചെയ്യാറായി, അതൊരു ഗോഡ് ഗിഫ്റ്റാണ്. ഈ കണ്ണ് ഇങ്ങനെ ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ കാഴ്ച ശക്തി പോവും, ബ്രെയിൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ബെറ്റർ ടു മിനിമൈസ് ദ യൂസ് ഓഫ് മൊബൈൽ. അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക, മോഡേൺ ടെക്നിക്സ് അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് ആ യൂസിനേക്കാളും അധികം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഹാംഫുൾ. ഓക്കെ.